മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ മാങ്ങയുടെ തോലി ഒന്നും ചെത്തുന്നില്ല കേട്ടോ. ഞാൻ നന്നായി കഴുകി എടുത്തിട്ടേ ഉള്ളൂ. പഴുത്തു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്, പിന്നെ നല്ല പൊളിപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ മാങ്ങയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. പരമ്പരാഗതമായ രീതിയിലൊന്നല്ല കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ അച്ചാർ പൊടിയും ചേർക്കണില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ പോസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ ഇടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അതിലൊരു കൂട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുമന്ന മുളകാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ എരിവിന് ആവശ്യമുള്ള രീതിക്കും പിന്നെ മാങ്ങയുടെ ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ അതിന്റെ ഡബിൾ ആയിട്ട് കടുക്. ഉലുവ എത്രയാണോ എടുത്ത് അതിന്റെ ഡബിൾ ഞാൻ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യുക. എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറുതെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് ഈ പൊടി. ഒരു കാര്യം പറയാൻ വിട്ടു, ഞാനിത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 10 കറിവേപ്പിലയും കൂടെ അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് പകുതി മാങ്ങയിൽ മിക്സ് ചെയ്യണം, ബാക്കി പകുതി നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. നമ്മൾ മാങ്ങയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഭംഗി നോക്കി ഇളക്കിയിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് വെച്ച് അടച്ച് ഒന്നും നോക്കില്ല ചറ പറ ഇളക്കി കൊടുത്തു. അപ്പൊ പിന്നെ മസാല എല്ലാ സൈഡിലും ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും പൊടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നോക്കിയാലോ. ആസ് യൂഷ്വൽ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നും എണ്ണ എടുത്തിട്ടില്ല, എന്നാൽ അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ടേനും. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചുവന്ന മുളകും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കാം. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ പറയണ്ടല്ലോ. കറിവേപ്പിലയൊക്കെ മൂക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്. വെളുത്തുള്ളി തോല് കളയുക എന്നുള്ളത് ഒരു ഹെവി ടാസ്ക് ആയത് കാരണം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യണം. 1 സ്പൂൺ ഇട്ടാൽ മതി. കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഞാൻ സാധാ മുളക് പൊടി ഇട്ടത് കൊണ്ട് നല്ല എരിവായി പോയായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കായപ്പൊടിയും കൂടിയും ചേർക്കണം. എന്നിട്ട് ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പൊടിയുടെ ബാലൻസും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കരിയാതെ നോക്കണം. സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ആ മസാലയും ഈ മാങ്ങയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഉപ്പൊക്കെ പാകം നോക്കി, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ ഇത്രയും കൂടെ കായപ്പൊടി ചേർത്തു കേട്ടോ, എനിക്ക് കായം പോരാന്ന് തോന്നിയത് കൊണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം, അത് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. സിമ്മിൽ വെച്ചാൽ മതി, കൂടുതൽ നേരം വേവിക്കരുത്, മാങ്ങ വെന്ത് പോകും. അപ്പൊ ഇതാ നമ്മൾ അച്ചാറിൽ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ, അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അന്ന് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ആ ദിവസം ഫുൾ വിനീഗർ ഒഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്ത്. അപ്പോഴത്തേക്കും മസാലയൊക്കെ പിടിച്ച് ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അച്ചാർ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലോപ്പ് ആകുമെന്ന് വിചാരിച്ചു, പക്ഷെ അച്ചാർ പൊടി ഇട്ടില്ലെങ്കിലും അച്ചാർ അടിപൊളിയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പൊ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.